എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഫോൺ പേ ആക്ടിവേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് അടിക്കാതെ തന്നെ കാണുക. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഫോൺ പേ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് പോവുക, ജസ്റ്റ് ആ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരും. അപ്പോൾ അവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്തേക്കണേ ആ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ തന്നെയായിട്ട് കാണാം പ്രൊസീഡ് എന്ന്. അപ്പോൾ ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം ആ പ്രൊസീഡ് എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുത്ത് വിടുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ വെരിഫൈഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു 5 അക്ക OTP വരും. അത് അപ്പം തന്നെ വെരിഫൈ ആവുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെയൊരു പേജ് കാണാൻ സാധിക്കുന്നതായിരിക്കും, ലോഡിങ് യുവർ ഫോൺ പേ അക്കൗണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കാണാം കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുത്ത് വിടുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഹോം പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഹോം പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ നമുക്കിവിടെ കാണാം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെയൊരു പേജ് ഇവിടെ കാണാം. അതിൽ നമ്മുടെ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ തന്നെ ഇവിടെ കുറച്ച് ബാങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. അപ്പോൾ SBIയുടെ അവിടെ ഒന്ന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു OTP വന്ന് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബാങ്ക് കൊണ്ട് അവിടെ വെരിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു പേജ് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മുകളിൽ കാണാം. അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മളിവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ വെരിഫൈ ആയ അക്കൗണ്ടിൻ്റെ ബ്രാഞ്ച്, അതുപോലെ നെയിം, അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ തന്നെ നമ്മുടെ UPI ID. കാരണം UPI ID നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ UPI ID ഇവിടെ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നെ നമുക്കിവിടെ കാണാം പ്രൊസീഡ് ടു ആഡ് എന്ന് കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ATM കാർഡിൻ്റെ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ATM കാർഡ് നിങ്ങളൊന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു 16 അക്ക നമ്പർ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ 16 അക്ക നമ്പറിൽ കൃത്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ അവസാനത്തെ 6 അക്ക നമ്പർ 6 ഡിജിറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ വാലിഡ് അപ് ടു എന്നും പറഞ്ഞ് നമുക്കിവിടെ കാണാം. അവിടെ നമ്മൾ അടിക്കേണ്ട ATM കാർഡിൻ്റെ വാലിഡ് അപ് ടു എന്നും പറഞ്ഞൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, മന്തും അതുപോലെ തന്നെ ഇയറും. അപ്പോൾ അത് കൃത്യമായിട്ട് എക്സ്പയറി ഡേറ്റ് ആണ് ATM കാർഡിൻ്റെ. അത് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിവിടെ താഴെ കാണാം പ്രൊസീഡ് എന്ന്. ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരികയും ചെയ്യും, ഒരു 6 അക്ക നമ്പർ OTP. അപ്പോൾ അത് നിങ്ങൾ മുകളിലൊന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം താഴെ തന്നെ നമുക്ക് സെറ്റ് UPI പിന്നെന്ന് കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്ന നിങ്ങൾ കൺഫേം ആയിട്ടുള്ള 6 അക്ക നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ തന്നെയായിട്ട് കാണാം ഒരു ടിക്ക് മാർക്ക്. അപ്പോൾ നിങ്ങളുടെ UPI പിന്ന് കൃത്യമായിട്ട് നിങ്ങൾ 6 അക്ക നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം ആക്കിയതിന് ശേഷം താഴെ ടിക്ക് മാർക്ക് ആണ്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കാണാം കൺഫേം UPI പിന്നെന്നും പറഞ്ഞ് അടുത്തൊരു പേജിൽ അതേപോലെ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അതേ പിൻ നമ്പർ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി അവരൊന്നും കൂടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്ത 6 അക്ക ഒരു UPI പിൻ നമ്പർ ഒന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ തന്നെ ഒരു ടിക്ക് മാർക്ക് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നേരെ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മളിവിടെ നമ്മുടെ ഫോൺ പേ അക്കൗണ്ട് നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മൾ ഫോൺ പേയുടെ 2-3 വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ
നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ മാത്രം ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ